ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് ചൂടിൽ. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും തൃശൂരും രാഹുൽ ഗാന്ധി വയനാടും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടിയിലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യക്കാർ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന സുരക്ഷാ നിർദ്ദേശം പുറപ്പെടുവിച്ച് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന് 3000 കോടി രൂപ മുൻകൂർ കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങി. ഗുജറാത്തിലെ 26ഉം കർണാടകയിലെ 14ഉം മഹാരാഷ്ട്രയിലെ 11ഉം UPയിലെ 10ഉം സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും പശ്ചിമബംഗാളിലെയും 4 വീതം സീറ്റുകൾ എന്നിവിടങ്ങളിലും ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗോവയിലെയും ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിലെയും 2 വീതം മണ്ഡലങ്ങളിലും ജമ്മുകാശ്മീരിലെ 1 സീറ്റിലും മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം 19 വരെയാണ് സമയം. മെയ് 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. വിശദാംശങ്ങളിലേക്ക്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബാർമറിൽ നിന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തു. ദൌസയിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. രാജസ്ഥാനിൽ BJP അധികാരത്തിൽ വന്നതോടെ വികസനത്തിന്റെ പുതുകിരണത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് ദത്തോസാര, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് എന്നിവരും രാജസ്ഥാനിൽ നിന്ന് പ്രചാരണം നടത്തി. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ രാവിലെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ദേശീയ നേതാക്കൾ എത്തിയതോടെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി. ഇന്ന് തമിഴ്നാട് തിരുനെൽവേലിയിൽ എത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദക്ഷിണ തമിഴ്നാട് മേഖലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്ന NDA സർക്കാർ സമ്പന്നരായ ചില വ്യവസായികളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോയമ്പത്തൂരിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. അതിർത്തി ജില്ലയായ കൃഷ്ണഗിരിയിൽ പ്രചാരണത്തിനെത്തിയ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ 10 വർഷമായി NDA സർക്കാർ അടിസ്ഥാന സൌകര്യ വികസനം, ഭവന നിർമ്മാണം, ജലവിതരണം, ചെറുകിട വായ്പകൾ എന്നിവ ജനോപകാരപ്രദമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേസമയം രാജ്യത്ത് തൊഴിലില്ലായ്മയും അഴിമതിയും വിഭാഗീയതയുമാണ് വർദ്ധിക്കുന്നതെന്ന് സമൂഹമാധ്യമത്തിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ വിമർശനമുന്നയിച്ചു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മധുരയിലെത്തി. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി സഖ്യ സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം പ്രചാരണം നടത്തി. പ്രതിപക്ഷത്തെ ദ്രോഹിക്കാൻ കേന്ദ്ര ഏജൻസികളിലൂടെ BJP മനഃപൂർവ്വം ശ്രമം നടത്തുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കൂച്ച് ബീഹാർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പൊതുയോഗത്തിൽ വിമർശനമുന്നയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ സജീവമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA പ്രചാരണത്തിനായി തിങ്കളാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും തൃശൂരിൽ കുന്നംകുളത്തും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിലെ പെരുമ്പാവൂർ, ആലുവ, കയ്പമംഗലം എന്നിവിടങ്ങളിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായി കമ്മീഷൻ ആശയവിനിമയം നടത്തി. സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ പോലീസ്, പൊതുവിഭാഗങ്ങളിൽ ഉൾപ്പെടെ 361 നിരീക്ഷകരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിൽ പ്രായമായവർക്കും 40% വൈകല്യമുള്ള ദിവ്യാംഗർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കി. ഇതിന്റെ ഭാഗമായി വോട്ടർമാർ പോളിംഗിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിലേക്ക് ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൌകര്യം പ്രയോജനപ്പെടുത്തിയ വോട്ടർമാർ നന്ദിയും സംതൃപ്തിയും പ്രകടിപ്പിച്ചതായും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ഇന്ത്യക്കാർ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ച് വിദേശകാര്യ മന്ത്രാലയം. മേഖലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് നിർദ്ദേശം. ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടണമെന്നും സ്വയം രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും പരമാവധി യാത്രകൾ കുറയ്ക്കാനും മന്ത്രാലയം ഇവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഴിമതിക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷമായി അഴിമതി തുടച്ചു നീക്കുക എന്നതിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകിയതെന്നും ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. BJP നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നു എന്നതിന്റെ തെളിവാണ് NDA സർക്കാരിന്റെ 10 വർഷത്തെ റിപ്പോർട്ട് കാർഡെന്നും ശ്രീ മോദി പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയെ ഡൽഹി റോസ് അവന്യൂ കോടതി ഏപ്രിൽ 15 വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. മദ്യനയ അഴിമതി കേസിലെ മുഖ്യ ഗൂഢാലോചകരിൽ ഒരാളാണ് കവിതയെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ കവിത മറച്ചുവെക്കുകയാണെന്നും CBI അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് 15-നാണ് ED K കവിതയെ അറസ്റ്റ് ചെയ്തത്. ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഡൽഹി മന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ ഡൽഹി കോടതി EDയുടെയും CBIയുടെയും പ്രതികരണം തേടി. മനീഷ് സിസോദിയയുടെ ഇടക്കാല ജാമ്യാപേക്ഷ ഏപ്രിൽ 20-നകം കോടതി പരിഗണിക്കാനിരിക്കെ അന്വേഷണ ഏജൻസികൾ മറുപടി നൽകണമെന്ന് ജഡ്ജി കാവേരി ബവേജ നിർദ്ദേശിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം തേടിയാണ് സിസോദിയ ഇന്ന് കോടതിയെ സമീപിച്ചത്. വായ്പാ പരിധിയിൽ നിന്ന് 3000 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് മുൻകൂർ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. 5000 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ മുൻകൂർ ആവശ്യപ്പെട്ടത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ലക്നൌ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ലക്നൌ. 4 പരാജയങ്ങൾ നേരിട്ട് ഡൽഹി ക്യാപിറ്റൽസ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ISL ഫുട്ബോളിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC പോരാട്ടം അല്പസമയത്തിനകം. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥതല ആലോചനാ സമിതി യോഗത്തിന്റെ 27-ാം പതിപ്പ് ഹവായിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനത്ത് നടന്നു. ഉയർന്നുവരുന്ന ഭീഷണികൾ, സംഘർഷ പരിഹാരങ്ങൾ, വിവിധ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്നിവ യോഗം ചർച്ച ചെയ്തു. ഡെപ്യൂട്ടി ആർമി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ TK ഐച്ചിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അമേരിക്കൻ കരസേനയുടെയും നാവികസേനയുടെയും മേധാവികളുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ചർച്ച ചെയ്ത് ഇന്ത്യ സന്ദർശിക്കാനെത്തിയ വിയറ്റ്നാം പ്രതിനിധി സംഘം. ഇന്ത്യയുടെ കിഴക്കനേഷ്യൻ നയത്തിന്റെ ഭാഗമായാണ് 5 ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രതിനിധി സംഘം എത്തിച്ചേർന്നത്. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജയ്ദീപ് മജുംദാറുമായി പ്രതിനിധികൾ ചർച്ച നടത്തി. വയനാട് വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ 1-ാം പ്രതി രൂപേഷിന് എറണാകുളം പ്രത്യേക കോടതി 10 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ മറ്റു പ്രതികളായ അനൂപ് മാത്യു ജോർജ് എന്ന ശ്യാമിന് 7 വർഷവും ബാബു എന്ന ഇബ്രാഹിം, കന്യാകുമാരി എന്നിവർക്ക് 6 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. വെള്ളമുണ്ടയിൽ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ AB പ്രമോദിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും മോട്ടോർ സൈക്കിൾ കത്തിക്കുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. നടിയെ ആക്രമിച്ച കേസിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി എറണാകുളം സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ സർട്ടിഫൈഡ് കോപ്പി വേണമെന്ന അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജിയിൽ അടുത്ത മാസം 30-ന് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. കേരളത്തിൽ ഉയർന്ന താപനില തുടരവെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും മറ്റ് 8 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആഘോഷമായാണ് നടത്തുക. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പകൽ 11-നും 11:30-നും മധ്യയാണ് കൊടിയേറ്റം. 19-നാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. നാളെ രാത്രി 9:30-ന് അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ ഓട്ടുരുളിയിൽ വിഷുക്കണി ഒരുക്കും. വിഷുദിനമായ മേടം 1-ന് പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 793 പോയിന്റ് താഴ്ന്ന് 74,245-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 234 പോയിന്റ് നഷ്ടത്തിൽ 22,519-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 800 രൂപ വർദ്ധിച്ച് 53,760 രൂപയും ഗ്രാമിന് 6,720 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 3-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് ചൂടിൽ. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും തൃശൂരും, രാഹുൽ ഗാന്ധി വയനാടും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടിയിലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യക്കാർ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് സുരക്ഷാ നിർദ്ദേശം പുറപ്പെടുവിച്ച് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന് 3000 കോടി രൂപ മുൻകൂർ കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.